Hi everyone, today in this video I am going to show you how to install custom ROM named Mallu OS on your Poco F1. Actually this video is not in English and I am going to make this video on Malayalam language since it's Mallu OS. And for my English subscribers, we have already done a video on how to install custom ROM on any Android device. You can watch that. Or if you want a dedicated video on how to install any ROM on Poco F1, I will make a video. You can mention that in comment section of this video. ആക്ച്വലി ഇത് ചാനൽ ആദ്യത്തെ മലയാളം വീഡിയോ ആണ്. ഞാൻ കുറേ നാളുകൊണ്ട് കോർവസ് റോം ആയിരുന്നു ഈ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ടെലഗ്രാമിൽ പോയപ്പോൾ പുതിയ മല്ലു OS കണ്ടത്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അതും മലയാളത്തിൽ തന്നെ. ഏതൊരു കസ്റ്റമറും ഇടണമെങ്കിൽ തന്നെയും ഫോണിൻ്റെ ബൂട്ട്ലോഡർ അൺലോക്ക് ചെയ്യണം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അതിനെപ്പറ്റി വീഡിയോ ആൾറെഡി ഞങ്ങൾ ഈ ചാനൽ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷാണ്. അത് നിങ്ങൾക്ക് നോക്കാം. അതല്ല ഈ പൊക്കോ ഫോണിന് വേണ്ടി സ്പെഷ്യലായിട്ട് മലയാളത്തിൽ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒന്നും കൂടെ ചെയ്യാം. സോ ഞാൻ ഇത് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ റിക്കവറിയും ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ കസ്റ്റമർ റിക്കവറിയിലോട്ട് ബൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പവർ ബട്ടണും വോളിയം അപ്പം ഒരുമിച്ച് പ്രസ് ചെയ്യുക. എൻ്റെ ഇത്ര നാളെ ഉണ്ടായിരുന്ന ഓറഞ്ച് ഫോക്സ് റിക്കവറി ആയിരുന്നു. പക്ഷേ ആദ്യം ഞാൻ ഇതേ റോം ഫ്ലാഷ് ചെയ്തപ്പോൾ എനിക്ക് എൻക്രിപ്ഷൻ എറർ വന്നു. എൻക്രിപ്ഷൻ അൺസക്സസ്ഫുൾ എന്ന് പറഞ്ഞ് DFE ഫയൽ ഫ്ലാഷ് ചെയ്ത് നോക്കി, പക്ഷേ ശരിയായില്ല. എനിക്ക് തോന്നുന്ന റിക്കവറി പ്രോബ്ലം വന്നു. സോ ഈ റോം ഫ്ലാഷ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് റിക്കവറി ഇടുന്നതായിരിക്കും നല്ലത്. ഈ റിക്കവറി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള വീഡിയോ മുമ്പേ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന റോമിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അതിന് ബാക്കപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഈ എല്ലാ ഓപ്ഷൻസും ചൂസ് ചെയ്ത് സൈപ്പ് ടു ബാക്കപ്പ് കൊടുത്താൽ മതി. അതേപോലെ റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് ആ ബാക്കപ്പ് ഇതിലൂടെ വരും. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്ത് റീസ്റ്റോർ ചെയ്താൽ മതി. സോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വൈപ്പ് ചെയ്യണം. സോ വൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് സൈപ്പ് ടു വൈപ്പ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പോവുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത റോം ഫയലും ബാക്കി ഫയൽസും എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവുക. എൻ്റെ ADM ഫോൾഡറിലാണ്. ലേറ്റസ്റ്റ് MIUI റോമിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഫിംവെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഫിംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ റോം ഫ്ലാഷ് ചെയ്യണം. റോം ഫ്ലാഷിങ് അല്പം സമയം എടുക്കും. മേഡ് ഇൻ കേരള, നൈസ്. റോം ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം DFE ഫയൽ ഫ്ലാഷ് ചെയ്യാം. ഇതിൻ്റെ DFE ഫയൽ രണ്ട് രീതി വരുന്നുണ്ട്. ഇത് വിത്ത് magisk ആണ്. magisk റൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ കസ്റ്റമർ റോം വിത്തൗട്ട് റൂട്ടാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ ദെൻ magisk ഇല്ലാത്ത DFE ഫയൽസ് കിട്ടും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, അതെടുത്താൽ മതി. അതിനുശേഷം ഗ്യാപ്സ് ഫ്ലാഷ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ഗ്യാപ്സ് പൈക്കോ ആണ്. ഗ്യാപ്സ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറും ബാക്കി ഗൂഗിൾ ആപ്സും വരുന്ന ഒരു ആർച്ചീവാണ്. ചില റോംസ് ഗ്യാപ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഗ്യാപ്സ് വേറെ ഫ്ലാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം റീബൂട്ട് എടുക്കുക. ബൂട്ട് അനിമേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഫോൺ സെറ്റപ്പ് ഞാൻ പെട്ടെന്ന് ചെയ്തു പോവുകയാണ്. ഓക്കെ, എറർ കാണിക്കുന്നുണ്ടല്ലോ. എന്നാൽ റീസൺ എന്നറിയില്ല, ഇടയ്ക്ക് ഒരു എറർ കാണിച്ചു. പക്ഷേ അത് ഞാൻ ഫോണിൽ നിന്ന് റീബൂട്ട് ചെയ്തപ്പോൾ ശരിയായി. മേ ബി അത് നിങ്ങൾക്ക് വരത്തില്ലായിരിക്കാം. ഇൻ കേസ് എറർ വരുവാണെങ്കിൽ ഒന്ന് റീബൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. റീബൂട്ട് ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ ഒന്നും കൂടെ റോം മാത്രം ഫ്ലാഷ് ചെയ്ത് നോക്കുക. സോ ഇതാണ് മല്ലു OS വെർഷൻ 1.3. റോമിനെ പറ്റി പറയുവാണെങ്കിൽ റോം അത്യാവശ്യം നല്ല സ്മൂത്താണ്. മല്ലു OS സെറ്റിങ്സ് കാണാം. അതിനകത്ത് ഡെവലപ്പറിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്, സപ്പോർട്ടഡ് ഡിവൈസസ് ഉണ്ട്, ഗെയിമിംഗ് മോഡ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നാവിഗേഷൻ സെറ്റിങ്സ്. ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾ ആവശ്യം പോലെ യൂസ് ചെയ്യാം. ഒരുപാട് കസ്റ്റമൈസേഷൻ ഒന്നുമില്ല, അത്യാവശ്യമുള്ളതുണ്ട്. പിന്നെ ഞാൻ ഈ ഗസ്റ്റർ ഞാൻ മാറ്റിയതാണ്. അത് ഓക്കെ, ആൻഡ്രോയിഡ് 10 ഗസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. ഓക്കെ, പിന്നെ
പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ റോമിൽ ഡീഫോൾട്ട് വന്ന ക്യാമറ ഗൂഗിൾ ക്യാമറ വെർഷനാണെന്ന് തോന്നുന്നു, അത് വർക്കിംഗ് അല്ല. ഇത് ഞാൻ വേറെ ഡൗൺലോഡ് ചെയ്ത ഗൂഗിൾ ക്യാമറയാണ്. മേ ബി അടുത്ത അപ്ഡേറ്റിൽ ഡെവലപ്പർ ഫിക്സ് ആക്കുമായിരിക്കും. ഈ ലൈൻസ് കാര്യം ഒരു വിഷയമാക്കണ്ട, അത് ഇവിടുത്തെ ലൈറ്റിൻ്റെ ആണ്, അത് നോർമലാണ്. ഓപ്പൺ ക്യാമറയും വർക്കിംഗ് ആണ്. സ്പീക്കർ വർക്കിംഗ് ആണ്. പോക്കോ F1 കേസിൽ ഇത് ഈ റോമിൻ്റെ 3ാമത്തെ വെർഷനാണ്. ഡെയിലി യൂസിന് സ്യൂട്ടബിൾ ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കാര്യം. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഉടനെ ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉപയോഗിക്കാം. വേറെ പക്ഷം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.